ഇരുകൈകളുമില്ലെങ്കിലും പഠനത്തിനും പാഠ്യേതര വിഷയങ്ങളിലും മികവ് പുലർത്തുന്ന 4ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ പഠനം വഴിമുട്ടുന്നു. കോഴിക്കോട് വെളിമണ്ണ GMLP സ്കൂളിലെ വിദ്യാർത്ഥിയായ മുഹമ്മദ് ആസിമാണ് പഠനമെന്ന സ്വപ്നം നെഞ്ചിലൊതുക്കി സ്കൂളിനോട് വിടചൊല്ലാൻ ഒരുങ്ങുന്നത്. അവശതകൾക്ക് ഇടയിൽ ദൂരസ്ഥലത്തെ UP സ്കൂളിലേക്കുള്ള യാത്രയും സ്കൂളിലെ പരിചരണവുമാണ് മുഹമ്മദ് ആസിമിന് മുന്നിൽ വിലങ്ങുതടിയാവുന്നത്. വെളിമണ്ണ ആലത്തുംകാവിൽ സയ്യിദിന്റെ മകനായ മുഹമ്മദ് ആസിന് വയസ്സ് 9. ശാരീരിക വൈകല്യങ്ങളോട് ജനിച്ച മുഹമ്മദ് ആസിമിനെ വെളിമണ്ണ GMLP സ്കൂളിൽ ചേർത്തെങ്കിലും പഠനം തുടരാനായില്ല. ഇരുകൈകളും തീരെയില്ലാത്ത ആസിമിന്റെ ഒരു കാലിനും വൈകല്യമുണ്ട്. 1-2 ക്ലാസുകൾ BRTC ട്രെയിനർ വീട്ടിലെത്തി പഠിപ്പിച്ചു. നല്ല കഴിവുള്ള കുട്ടിയാണ്. 2 കൈയും ഒരു കാല് ബാഹ്യ പ്രശ്നമാണ്. പക്ഷെ അവന് സ്കൂളിൽ ചേർത്തിയെങ്കിലും സ്ഥിരമായിട്ട് അവന് സ്കൂളിൽ വരാൻ പറ്റാത്ത പ്രയാസമുണ്ട്. വീട്ടിൽ SSIയുടെ വകയായിട്ട് വീട്ടിൽ നിന്ന് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരുന്നു. 3ാം ക്ലാസ്സിലെ അധ്യാപകനായ UP അബ്ദുൽ ഖാദർ പ്രത്യേക താൽപര്യമെടുത്ത് ആസിമിനെ സ്കൂളിലെത്തിച്ചു. പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ പലപ്പോഴും മാതാവ് സ്കൂളിലെത്തും. അധ്യാപകരുടെ പരിചരണം കൂടിയായപ്പോൾ ആസിം പഠനത്തിൽ മുന്നിലെത്തി. ചിത്രരചനയിലും കായിക മത്സരങ്ങളിലും ആസിം മികവ് തെളിയിച്ചു. പാഠപുസ്തകത്തിലെ ചിത്രങ്ങൾ കാലുകൊണ്ട് ആസിം കടലാസിൽ പകർത്തുമ്പോൾ അധ്യാപകരും സഹപാഠികളും ആശ്ചര്യത്തോടെ നോക്കി നിൽക്കും. പഠനത്തിൽ ആസിമിനുള്ള കഴിവ് പരീക്ഷാ പേപ്പറുകളിൽ വ്യക്തമാണ്. എന്നാൽ ഈ വർഷം 4ാം ക്ലാസ് പഠനം പൂർത്തിയാക്കുന്നതോടെ ഇനി എന്ത് എന്ന ചോദ്യമാണ് ആസിമിന്റെ രക്ഷിതാക്കളെ അലട്ടുന്നത്. 5ാം ക്ലാസ്സിൽ പഠിപ്പിക്കണമെങ്കിൽ 3.5 കിലോമീറ്ററിലധികം അകലെയുള്ള സ്കൂളിലയക്കണം. ഇതിനുള്ള സാമ്പത്തിക ചെലവിന് പുറമെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാനും മറ്റും സഹായിക്കാനായി മാതാവിന് സ്കൂളിലെത്താൻ കഴിയില്ല. ഇരുകൈകളുമില്ലാത്ത ആസിമിനെ ഓർത്തെങ്കിലും വെളിപ്പാടകലെയുള്ള LP സ്കൂൾ UP സ്കൂളാക്കി ഉയർത്തണമെന്നാണ് ആസിമിന്റെ പിതാവ് സയ്യിദിന്റെ അപേക്ഷ. ജന്മനാ തന്നെ 2 കൈയും കാലിന് ശേഷിക്കുറവൊക്കെയുള്ള 90% വികലാംഗമായ ഒരവസ്ഥയാണ്, ശാരീരിക വൈകല്യമുള്ള അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ സ്കൂളിൽ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും കുട്ടിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ കുട്ടിയെ സ്കൂളിൽ കൊണ്ടാക്കുകയും അവിടെ പ്രാഥമിക ആവശ്യങ്ങൾക്കൊക്കെ ഒരാൾ കൂടെ നിൽക്കേണ്ട അവസ്ഥയുണ്ടായതുകൊണ്ട് സാഹചര്യം അനുവദിച്ചില്ല. പിന്നെ കുട്ടി 3ാം ക്ലാസ്സിലെത്തിയപ്പോൾ സ്കൂളിലെ ഖാദർ മാഷ് കുട്ടിയെ എങ്ങോട്ട് എത്തിക്കുകയാണെങ്കിൽ ഞങ്ങൾ ശ്രദ്ധിക്കാമെന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ എത്തിക്കുകയും അങ്ങനെ സ്കൂളിനോടൊക്കെ ഒരു താല്പര്യം വരികയും ചെയ്തു. പിന്നീട് ഇപ്പോൾ 4ാം ക്ലാസ്സിലെത്തി. ഇനി 4 കഴിഞ്ഞാൽ എന്ത് എന്നുള്ള ചോദ്യം കുട്ടിയെ വല്ലാതെ മാനസികമായിട്ട് വേദനിപ്പിക്കുന്നുണ്ട്. കാരണം മറ്റു ദൂരേക്ക് പോകാൻ മാനസിക നില അവനെ ഒരു നിലക്കും അനുവദിക്കുന്നില്ല. ഈ ഒരു വിഷയത്തിനെ ആസ്പദമാക്കിയിട്ടെങ്കിലും ഒരു മാനുഷിക പരിഗണന വെച്ച് സ്കൂൾ ഗവൺമെന്റ് ആ വിഷയത്തിൽ ശ്രദ്ധ പതിപ്പിക്കുമെന്ന്. 250ഓളം വിദ്യാർത്ഥികളുണ്ടായിരുന്ന വെളിമണ്ണ GMLP സ്കൂളിൽ ഇപ്പോൾ 7 ഡിവിഷനുകളിലായി 152 വിദ്യാർത്ഥികളാണ് പഠനം നടത്തുന്നത്. 3 ക്ലാസ് മുറികൾ ഇവിടെ ഒഴിഞ്ഞുകിടക്കുന്നുമുണ്ട്. ഭൗതിക സൗകര്യങ്ങൾ നിലവിലുണ്ടെങ്കിലും സ്കൂൾ അപ്ഗ്രേഡ് ചെയ്യണമെന്ന നാട്ടുകാരുടെ ആവശ്യം അധികൃതർ അവഗണിക്കുന്നതായി PTA പ്രസിഡന്റ് ഷെരീഫ് പറഞ്ഞു. മുഴുവൻ ഭൗതിക സാഹചര്യങ്ങളും എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു സ്കൂളാണ്. പ്രത്യേകിച്ച് ഗവൺമെന്റിന്റെ സാമ്പത്തിക ബാധ്യതയോ ഒന്നും വരാതെ തന്നെ ഇത് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു പ്രയാസം എന്ന് പറയുന്നത് വെളിമണ്ണ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ആഷിം. ഈ കുട്ടിക്ക് 2 കൈയുമില്ല, കാലുമില്ല, ഒരു കാലും 90% വൈകല്യമുള്ള ഒരു അവസ്ഥയിലാണ്. ഇപ്പോൾ ഈ കുട്ടിക്ക് ഇനിയിപ്പോൾ മറ്റൊരു സ്കൂളിലേക്ക് പോകാന്ന് പറയുന്നത് മാനസികമായി വലിയ പ്രയാസമുണ്ട്. ആ കുട്ടിന്റെ പഠനത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഈ കുട്ടിക്ക് ഒരു തുടർ പഠനം കിട്ടുന്ന ഒരു കാര്യം മനസ്സിലാക്കിയെങ്കിലും ഒരു മാനസിക പരിഗണന വെച്ചുകൊണ്ട് ഈ സ്കൂൾ അപ്ഗ്രേഡ് ചെയ്യണമെന്നാണ്. വിദ്യാർത്ഥികളില്ലാത്തതിനാൽ ഡിവിഷനുകൾ നഷ്ടപ്പെട്ട സ്കൂളിലെ 10,000-ൽ പരം അധ്യാപകർ ജോലിയില്ലാതെ ശമ്പളം പറ്റുകയാണ്. ഇതിൽ 4 പേരെ സ്കൂളിലേക്ക് നിയമിക്കാൻ നിയമ തടസ്സങ്ങളില്ല. സർക്കാരിന് യാതൊരു സാമ്പത്തിക ബാധ്യതയും ഇല്ലാത്തതിനാൽ തന്നെ വെളിമണ്ണ GMLP സ്കൂൾ UP സ്കൂളായി അപ്ഗ്രേഡ് ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ടീം വിഷൻ ന്യൂസ്, താമരശ്ശേരി. സംസ്ഥാനത്ത് പുതുക്കിയ വോട്ടർ പട്ടിക 2015 ജനുവരി 5-ന് പ്രസിദ്ധീകരിക്കും. വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കുന്നതിനും മാറ്റങ്ങൾ വരുത്തുന്നതിനും നവംബർ 1 മുതൽ 25 വരെ അപേക്ഷ നൽകാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്.